ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നല്ലേ. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ എനിക്ക് വീട്ടിൽ ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ കുട്ടികൾക്ക് നല്ല ബോറായിരുന്നു. കാരണം പണ്ട് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പം ഈ വെക്കേഷൻ ടൈമിൽ അടുത്തുള്ള കുട്ടികളായിട്ടൊക്കെ കളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അങ്ങനത്തെ ഒരു കളിക്കാനൊന്നും ആരുമില്ല. അപ്പം അതുകൊണ്ട് അവർക്കും ബോറാണ്. പിന്നെ ഇതുപോലെ ഓരോ ദിവസം ഓരോ ചെറിയ ചെറിയ ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ 2 മാസം നമ്മൾ തള്ളി നീക്കി. പിന്നെ വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ വലിയ വലിയ പ്ലാനുകളൊക്കെ ആയിരുന്നു. കുറച്ച് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. മെയിനായിട്ടും എനിക്ക് ഷോപ്പിലെ തിരക്കുകൾ കാരണം എങ്ങോട്ടും ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ആഴ്ചയായപ്പം ആ ഒരു വീക്കെൻഡും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ എനിക്കൊരു വിഷമം, എങ്ങോട്ടും കൊണ്ടുപോയില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് തലേ ദിവസം പ്ലാൻ ചെയ്ത് ട്രിവാൻഡ്രത്ത് പോവാറുള്ളൊരു റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇവിടെ ഞാൻ ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കാരണം കുട്ടികളായാലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരും കാർട്ടൂൺ കാണാൻ ഫോൺ എടുക്കില്ല. ഞങ്ങളും ഓഫീസിൻ്റെ ആവശ്യത്തിനായാലും ഒന്നിനും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ 4 പേരുമായിട്ട് വെറുതെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക, അതാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്ന സമയത്ത് എടുത്ത കുറച്ച് ഷോർട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നും തന്നെ ഷൂട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ അതെ, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വെൽക്കം ഡ്രിങ്ക് ആണ് ഇത്. ലൈം ജ്യൂസ് ആയിരുന്നു. അതിനകത്ത് തുളസിയില ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ദിവസം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ബീച്ചിനോട് അടുത്ത് കിടക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ബീച്ച് ആക്സസ് ഉണ്ട് അവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും. അതൊക്കെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു റിസോർട്ടാണ്. ഇങ്ങനെ 4 കെട്ട് സ്റ്റൈലിലാണ് ഓരോ വില്ലാസം വരുന്നത്. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ. പിന്നെ ബീച്ച് പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അവിടെ ബീച്ച് ആക്സസ് ഉണ്ട് നമുക്ക്. വൈകുന്നേരം ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പോലും തോന്നിയില്ല. കാരണം ബീച്ചിൻ്റെ അവിടെ ഒന്നും ഒട്ടും വൃത്തിയില്ല. പോകുന്ന ഒരു വഴിയായാലും ഒട്ടും ക്ലീനൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ഇഷ്ടമായില്ല അത്. റിസോർട്ടായാലും ഒരു ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂം വരുന്നത്. അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 കെട്ട് സ്റ്റൈൽ, ഒരു ചെറിയൊരു വീടിൻ്റെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്ത് നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. റൂം ഇതാണ്. റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ എക്സ്ട്രാ ബെഡ് നമ്മൾ പറയുകയാണെങ്കിൽ അവരതും പ്രൊവൈഡ് ചെയ്യും. അതിന് നമ്മൾ പേയ്മെൻറ്റ് വേറെ എക്സ്ട്രാ ചെയ്യണം. കാരണം ആദ്യം തന്നെ നമ്മൾ 2 അഡൾട്ട്സും 2 കുട്ടികളും എന്ന് പറയുമ്പം അതിനനുസരിച്ചായിരിക്കും അവർ പേയ്മെൻറ്റ് എടുക്കുന്നത്. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമാവാതിരുന്നത് ബാത്റൂമാണ് കേട്ടോ. നല്ല നീറ്റും നല്ല വെൽ മെയിൻറ്റൈൻഡും ഒക്കെ ആയിരുന്നു. കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള ബാത്റൂമാണ്. പക്ഷെ ഇതിന് 2 ബാത്ത് ഏരിയ ഉണ്ട്. ഒരെണ്ണം മുകളിൽ ഫുള്ള് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതും അതിനോട് ചേർന്ന് തന്നെ വേറൊരു ബാത്ത് ഏരിയയും. പക്ഷേ ഈ പല റിസോർട്ട്സിലും ഇങ്ങനെ ഓപ്പൺ ബാത്ത് ഏരിയ ഉണ്ടെങ്കിലും ഇവിടെ എനിക്കെന്തോ അത്ര സേഫായിട്ട് തോന്നിയില്ല. മുകളിൽ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെയൊക്കെ കാണാമായിരുന്നേ അവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അത് നമുക്കൊരു അത്ര സേഫ് അല്ലാത്തൊരു തോന്നുമല്ലോ. ഇതായിരുന്നു. അപ്പോൾ അതായിരുന്നു ബാത്റൂമിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. ഫുഡും എല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. കുറച്ച് കോംപ്ലിമെൻ്ററി സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ കോഫി, ടീ പൗഡർ, വെള്ളം അതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാക്കറ്റ്സിലുള്ള ചിപ്സും കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പേ ചെയ്യണം എടുത്തു കഴിഞ്ഞാൽ. അതൊന്നും നമ്മൾ എടുത്തില്ല, കാരണം അത്യാവശ്യം നല്ല കത്തിയായിരുന്നു. അപ്പോൾ വെറുതെ ബനാന ചിപ്സിനൊക്കെ തന്നെ നല്ല വിലയാണ്. പിന്നെ ഒരു മിനി ഫ്രിഡ്ജുണ്ട്. അതിനകത്ത് കുറച്ച് ഡ്രിങ്ക്സ്, ജ്യൂസും പെപ്സി, 7up പോലുള്ള 1-2 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതാണ് കേട്ടോ, കോംപ്ലിമെൻ്ററി അല്ല. റിസോർട്ടിൽ ഈ ഒരു സൗകര്യങ്ങളെക്കാളും ഒക്കെ കൂടുതൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് 2 ദിവസമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ, ഫോണൊന്നും ഉപയോഗിക്കാതെ കുട്ടികളുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഗെയിംസൊക്കെ കളിച്ച്, ഇതുപോലെ പൂളുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിരുന്ന 2 ദിവസമായിരുന്നു. അപ്പം എന്തായാലും നല്ല സന്തോഷമായിട്ട് അങ്ങനെ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞു.
വീണ്ടും തിരക്ക് പിടിച്ച ദിവസങ്ങളിലേക്കാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് ഒരു 2 ദിവസം മുന്നേ തന്നെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള ലഞ്ചിനൊക്കെ കൊടുത്തു വിടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനുള്ള ഐറ്റംസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം സ്നാക്കിനും ലഞ്ചിനും ഉള്ളതൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ കണക്കാക്കിയാണ് ഞാൻ വാങ്ങുന്നത്. ബാസ്മതി അരി ആണെങ്കിൽ ഇതുപോലൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 2-3 ആഴ്ചത്തേക്ക് എടുക്കാം കേട്ടോ. കാരണം മോന് മാത്രം മതി ലഞ്ച്. അപ്പോൾ അവനൊരു 1/4 കപ്പൊക്കെ മതിയാവും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ റൈസും അല്ലല്ലോ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ആഴ്ചത്തേക്കൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതുപോലെ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും. എന്തുണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജോലി എളുപ്പമാണ്. പിന്നെ അതുപോലെ നമ്മളെ എക്സ്പെൻസിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ 2 ദിവസം കൂടുമ്പം കുറച്ചായിട്ട് പോയി സാധനം മേടിക്കുന്നതും ഒരാഴ്ചത്തേക്കുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ഒരുമിച്ച് മേടിക്കുന്നതും തമ്മിൽ എക്സ്പെൻസിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ആയാലും പനീർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയാലും എല്ലാം അങ്ങനെ നോക്കിയാണ് മേടിച്ച് വെക്കുന്നത്. പിന്നെ തലേദിവസം തന്നെ നമ്മൾ ലുലു മോളിൽ പോയിട്ട് ലഞ്ച് ബോക്സും ബോട്ടിലും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോന് കഴിഞ്ഞ വർഷം വാങ്ങിച്ച ലഞ്ച് ബോക്സ് ഇപ്പം ഞാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനൊരു പുതിയ ലഞ്ച് ബോക്സ് വാങ്ങിച്ചു. അതൊന്ന് കഴുകി വെക്കുകയാണ്. അവിടെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. പക്ഷെ അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല. ഈ ഇടയ്ക്ക് ഞാനൊരു യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും വെറുതെ അങ്ങനെ അങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രി 9 മണിയായപ്പോഴാണ് പോയത്. എന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സ്കൂൾ തുറക്കുന്ന അന്ന് രാവിലെയാണ്. കുട്ടികൾക്ക് വിഷമമില്ലെങ്കിലും എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേക്കണ്ടേ. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് ഒരു മുട്ട പുഴുങ്ങാനായിട്ടിടണം. പിന്നെ ബസ്മതി അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1/4 കപ്പ് റൈസാണ്. അത് കുറച്ച് ഉപ്പിട്ടിട്ട് വേവാൻ വയ്ക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ കൂടെ ഫ്രൂട്ട്സും കൂടി കൊടുത്തു വിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഗ്രേപ്സ് ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് ഇച്ചിരി നേരം ഒന്ന് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കുകയാണേ. അപ്പോൾ ഇന്നൊരു മഷ്റൂം റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മഷ്റൂമും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് മഷ്റൂം വാങ്ങിച്ചതിന്ന് 4 എണ്ണമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പല റെസിപ്പീസിലും ക്യാപ്സിക്കം ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ക്യാപ്സിക്കം ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരു ക്യാപ്സിക്കം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരണം എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വലിയ കോസ്റ്റ്ലി അല്ലാതെ തന്നെ കുട്ടികളുടെ ലഞ്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ചൂടാകുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, ക്യാരറ്റും മഷ്റൂമും ഇട്ടിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മഷ്റൂം ഒന്ന് വാടണം. അതിനകത്ത് പെട്ടെന്ന് കുറച്ച് വെള്ളം വരും. അപ്പോൾ അങ്ങനെ ഒന്ന് വാടിക്കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൽ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം റൈസിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. മഷ്റൂമിൽ ആവശ്യത്തിന് വെള്ളം വരും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും കടലക്കറിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കടലക്കറി ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് പുട്ടും പഴവും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതേ പച്ചക്കറികൾ ഒന്ന് വാടി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണേ. ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, മാക്സിമം അത്രയും മതി കേട്ടോ. കുട്ടികൾക്കുള്ളതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ലഞ്ചിനൊന്നും മക്കൾക്ക് കൊടുത്തു വിടുമ്പോൾ ഞാൻ സോയ സോസ് ഒന്നും ചേർക്കാറില്ല. വീട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോയ സോസ് ഉപയോഗിക്കുമല്ലോ.
അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. ഒരു നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ റൈസിലോട്ടാണെങ്കിലും ആ മഷ്റൂമിൻ്റെ നല്ലൊരു ടേസ്റ്റൊക്കെ വരികയും ചെയ്യും. ഇത് വെറുതെ തൈര് മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഞാനിന്നൊരു മുട്ട പുഴുങ്ങിയതും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി സ്നാക്കിന് ഞാൻ ബനാന ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ, പക്ഷേ വളരെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വർഷം തൊട്ട് ഈ ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ബിസ്ക്കറ്റ് പോലുള്ള സ്നാക്സുകൾ ഒഴിവാക്കണം എന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല, കാരണം രാവിലെ സ്നാക്കും കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് ഞാനൊരു ഏത്തപ്പഴത്തിൻ്റെ പകുതി കനം കുറച്ച് 4 സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിനെ ലഞ്ച് എടുക്കുകയാണേ. ഈ വർഷം തൊട്ട് ലഞ്ച് കൊടുക്കുന്നതും കുറച്ചൊരു എന്താ പറയുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോറ് മാത്രം ഒത്തിരി കൊടുക്കുന്ന ആ ഒരു രീതി മാറ്റാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള റൈസ് എടുത്തു, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത്, പിന്നെ ഗ്രേപ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കുറച്ചിട്ടു. അപ്പോൾ എല്ലാം ആയല്ലോ, വെജിറ്റബിൾസായി, പ്രോട്ടീനായി, ഫ്രൂട്ട്സായി. അപ്പോൾ അങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. പുതിയ ഐഡിയാസൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനും സ്റ്റാർട്ടിങ് ട്രബിളിലാണല്ലോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസൊക്കെ കിട്ടുമ്പം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മോൾക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുടങ്ങിയത് കേട്ടോ. അവൾക്കായിരുന്നു ഏറ്റവും സന്തോഷം സ്കൂളിൽ പോകാനായിട്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം കൂട്ടുകാരെ കൂടെ കളിക്കാം. പിന്നെ സ്കൂളിൽ നിന്ന് കുറച്ച് സപ്ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ പെൻസില്, കളർ പെൻസിൽസും അങ്ങനെ ചെറിയ ബുക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് പോകുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. മോളെ സ്കൂളിൽ വിടുന്നതിലുള്ള ഒരേ ഒരു ജോലി എന്ന് വെച്ചാൽ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ അവൾ പെട്ടെന്ന് ചെയ്തോളും, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പൊതുവേ ഫുഡ് കഴിക്കാൻ മടിയാണ്. രാവിലത്തത് പിന്നെ പറയണ്ട. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, അപ്പമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം വെച്ച് ഇങ്ങനെ 1 മണിക്കൂർ ഇരിക്കും. രാവിലെ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടൂലല്ലോ. നമുക്ക് കഴിക്കാൻ ഇഷ്ടം വെജിറ്റബിൾസാണ്. നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസവും കൂടി ആയതുകൊണ്ട് വെറുതെ ഒരു നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ചെറുതായിട്ട് വഴക്കൊക്കെ പറയില്ലേ, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ എടുത്ത് ഒരു മുട്ടയും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മുട്ടയിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് ഗ്രീൻ പീസും ഒരു 2 മഷ്റൂമും 1 ക്യാരറ്റിൻ്റെ പകുതിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. അതങ്ങനെ ഈ ക്യാരറ്റും മഷ്റൂമും ഒക്കെ വെറുതെ ഇങ്ങനെ ഉപ്പിട്ട് മാത്രം കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചെറിയ തീയിലൊരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് വെന്ത് കിട്ടും. പിന്നെ ഒരു മുട്ട അതുപോലെ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തും എടുത്തു. മുട്ട ഓംലെറ്റായിട്ട് ഉണ്ടാക്കി കൊടുത്താലും മതി. കുട്ടികൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്യാം. കുട്ടികളെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അവർക്ക് വേണ്ടത് അവർ കഴിച്ചോളും എന്നാണ് പറയുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴേ ഒന്നും കഴിക്കാതെ പോകുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും അത് കണ്ടപ്പം ആൾ ഹാപ്പിയായി, അത്യാവശ്യം എല്ലാം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ വെക്കേഷനും സ്കൂൾ ഓപ്പണിങ്ങും ഒക്കെ.
ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ലഞ്ച് ഐഡിയാസും പുതിയ റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.